ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് 2 കേക്കായിരുന്നു. ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും ഒന്ന് കാരമൽ കേക്കുമാണ് കേട്ടോ. രണ്ടും 1 kg ആയിരുന്നു. അപ്പോൾ ഇതിപ്പം കാരമൽ കേക്കാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു സിറപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ എൻ്റേതായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഞാനതിൻ്റെ സിറപ്പ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ഞാൻ നമ്മൾ ക്രീമിലും ഈ പറഞ്ഞ പോലെ കാരമൽ സോസ് ചെറുതായിട്ടൊന്ന് ഇടുന്നുണ്ട്, ചെറിയ രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കാരമൽ സോസ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട്, വൈറ്റ് ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അപ്പോൾ ഓഫായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ, സോറി. പിന്നെ ഇത് വന്നിട്ട് 1 kg ആണ് കേട്ടോ വെയിറ്റ് വരുന്നത്. കസ്റ്റമൈസായിട്ടൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ ഹസ്ബൻഡ് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പം അതിൽ എന്നോട് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ 2-3 കേക്ക് അയച്ചു കൊടുത്തിട്ട് അതിലിഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും ക്രം കോട്ട് കൊടുത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യാറുള്ളത്. ചില ആൾക്കാർ അപ്പം തന്നെ ചെയ്യും, പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുമ്പം ഒരുവിധം എല്ലാ കേക്കിനും ഒരു ഡ്രോപ്പില്ല, ഒരു ഹാഫ് ഡ്രോപ്പ് എന്നും പറയാൻ പറ്റില്ല, ചെറിയ രീതിയിൽ ടൂത്ത് സ്റ്റിക്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ചെറിയ രീതിയിൽ ഗോൾഡൻ യെല്ലോ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എനിക്ക് കേക്കിന് കുറച്ചും കൂടി ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന പോലെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. കണ്ടിട്ട് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.